മുറിക്കേണ്ടതാ കൈകാല് നഖം ഖദ് സുന്ന, അതിനുള്ള ദിവസം വ്യാഴമായാൽ നന്ന. അതുപോലെ വെള്ളിയും നല്ലതായി പറയുന്നേ, അതിരാവിലെ മുറിക്കേണ്ടതാ നീ അന്നേ. ജുമുഅക്ക് പോകും മുമ്പിതും പതിവുണ്ടേ, നബിക്കെന്ന അബൂ ഹുറൈറ പറയുന്നുണ്ടേ. വലൻ കൈയുടെ ചൂണ്ടുന്ന വിരലാണാദ്യം, പിന്നീടതിനടുത്തുള്ള വിരലാമദ്യം, മൂന്നാമതായി അതിനോടടുത്തതു തന്നെ, പിന്നീട് ചെറുവിരൽ തള്ളവിരലും പിന്നെ, ആറാമതായി തുടക്കം ഇടത്തെ ചെറുവിരൽ, അതുപോലെ തുടരെ തുടരെ ഇബ്ഹാമിൽ വരൽ. വലം കൈയിൽ ഇബ്ഹാമേറ്റവും അവസാനമാ എന്നും ഇമാം ഗസാലിക്കുള്ളൊരു ഖൗലുമാ. മുറിക്കുന്ന പക്ഷം രണ്ടു കരവും വേണ്ടതാ, അല്ലാതിരുന്നാൽ യുക്റഹു എന്നുള്ളതാ. മുറിച്ചാലുടൻ വിരലൊക്കെയും നീ കഴുകണം, കഴുകാതെ ചൊറിയരുതെന്നതും നീ ഓർക്കണം. ചൊറിയുന്ന പക്ഷം പാണ്ഡുരോഗം പിടിപെടും. ഇത് പേജ് 47 കുറുതിയിൽ കണ്ടിടും. കാലിൽ വലത്തെ ചെറുവിരൽ തൊട്ടാകണം, ഇടത്തുള്ള ചെറുതിൽ തുടരെ നീ മുറിച്ചെത്തണം. മുറിക്കാതെ നഖവും നീണ്ടു നിന്നാലഗ്രമിൽ, ശൈത്വാനതിൽ പതിയിട്ടിരിക്കും ഭദ്രമിൽ. പറയുന്ന അബൂ ഹുറൈറ നബിയിൽ നിന്നിതും, ഇഹ്യാ 1-104 ഉണ്ടിതും. മുറിച്ചാലുടൻ അത് ഭൂമിയിൽ മറക്കേണ്ടതാ എന്നുള്ള നിയമം ഓർത്തതും ചെയ്യേണ്ടതാ. യാ റബ്ബന അറിവെപ്പോഴും പെരുപ്പിച്ചുതാ, അറിയുന്ന പോൽ അമൽ ചെയ്യുവാൻ തൗഫീഖ് താ. ഗുണം ചെയ്യിലാഹി സയ്യിദുൽ കൗനൈനിൽ, അസ്ഹാബിമാരെല്ലാരിലും ആലാകയിൽ.